ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കേരള ഗവൺമെൻറ് അണ്ടറിലുള്ള സ്ഥാപനമായ IFTKയിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.iftk.ac.in എന്ന ഈ ഒരു വെബ്സൈറ്റ് വഴി ഡിഗ്രി പ്രോഗ്രാമായുള്ള ബാച്ചലർ ഓഫ് ഡിസൈൻ എന്നുള്ള BDES പ്രോഗ്രാമിന് വേണ്ടി ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡ്മിഷൻസ് 2025 ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫോർ അഡ്മിഷൻ ടു BDES ഫാഷൻ ഡിസൈൻ കോഴ്സ് ഫോർ ദ അക്കാഡമിക് ഇയർ 2025. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനിവിടെ റീഡ് മോർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് സംസ്ഥാന ഗവൺമെൻറ് അണ്ടറിലുള്ള ഏറ്റവും ബെസ്റ്റ് സ്ഥാപനമാണ്, ഡിസൈനിങ് പഠിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥാപനമാണ്. അപ്പോൾ നമ്മുടെ റീഡ് മോർ എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ ഇതുപോലൊരു വിൻഡോയിലേക്ക് പോകും. അഡ്മിഷൻ 2025 എന്നുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിൻഡോയിലേക്ക് പോകുന്നത്. അതേ വെബ്സൈറ്റ് www.iftk.ac.in എന്ന അതേ വെബ്സൈറ്റ് തന്നെയാണ്. ഇവിടെ നോക്കൂ, നിങ്ങൾ പ്രോസ്പെക്ട്സ് ഉണ്ട്, അതുപോലെ ലിങ്ക് ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടൽ ക്ലിക്ക് ഹിയർ. നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ പ്രോസ്പെക്ട്സ് വായിക്കണം, അതിലേക്ക് വരാം. അതിന് മുന്നേ കുറച്ച് ഡേറ്റുകളും കാര്യങ്ങളൊന്നും പറയാനുണ്ട്. ആദ്യം അതിലേക്ക് കിടക്കാം. നിങ്ങൾക്കറിയാം, 15-ാം തീയതി മുതൽ മാർച്ച് 15-ാം തീയതി മുതൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മെയ് 31-ാം തീയതി വരെ ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. എൻട്രൻസ് എക്സാമിനേഷൻ വരുന്നത് സെക്കൻഡ് വീക്ക് ഓഫ് ജൂണിലും അതുപോലെ തന്നെ ജൂലൈ ഫസ്റ്റ് വീക്കിൽ ക്ലാസ് തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. ഈ എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2023-ലെയും 2024-ലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പറും അതുപോലെ ലാൻഡ് ഫോൺ നമ്പറും അഡ്രസ് ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ പ്രോസ്പെക്ട്സിലേക്ക് പോയിട്ട് കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. പ്രോഗ്രാം സമ്മറിയാണ് ആദ്യം പറയാൻ പോകുന്നത്. അതിൽ തന്നെ ഓരോ ഇയറിലും ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയറിൽ, അതുപോലെ തേർഡ് ഇയറിൽ, അതുപോലെ ഫോർത്ത് ഇയർ 4 വർഷത്തെ കോഴ്സാണ്. എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കാര്യം വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനത് വായിക്കുന്നില്ല, നിങ്ങൾക്ക് വീഡിയോയിൽ വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് വായിക്കാവുന്നതാണ്. പിന്നെ ജോബ് പ്രൊഫൈൽ ഇൻ ദ ഫാഷൻ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ജോബ് പ്രൊഫൈലാണ് കിട്ടാൻ പോകുന്നതാണ്. ഫാഷൻ ഡിസൈനർ ആവാം, അതുപോലെ ഫാഷൻ മെക്കൻഡൈസർ ആവാം, ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആവാം, ഫാഷൻ ഇല്ലൂസ്ട്രേറ്റർ, ഫ്രീലാൻസ് ഡിസൈനർ, ഫാഷൻ ഫോർകാസ്റ്റർ, ഫാഷൻ കൊറിയോഗ്രാഫർ, ഫാഷൻ കോർഡിനേറ്റർ, ഫാഷൻ ജേർണലിസ്റ്റ് ആൻഡ് ഓൺട്രപ്രണർ എക്സെട്ര എന്ന് കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ജോലികൾ നേടാനുള്ള ഒരു കോഴ്സാണ് ഈ പറയുന്ന ഡിഗ്രി കോഴ്സായിട്ടുള്ള ബാച്ചലർ ഓഫ് ഡിസൈൻ എന്നുള്ള ഈ ഒരു പ്രോഗ്രാം. ദെൻ ഹൂ ക്യാൻ അപ്ലൈ, ആർക്കൊക്കെ ഈ ഒരു കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും, അവിടെയാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് പറയുന്നത് ബാച്ചലർ ഓഫ് ഡിസൈൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ഫാഷൻ ടെക്നോളജി അപ്ലൈ ചെയ്യാൻ. +2 ആണ് യോഗ്യത. +2 റെക്കഗ്നൈസ്ഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് +2 പാസ്സായ ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാം. പക്ഷേ അവരെല്ലാവരും ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതേണ്ടതുണ്ട്. ഫാഷൻ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു കോഴ്സിന് LBS സെൻറ്റർ നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ആ ടെസ്റ്റ് ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ആ ടെസ്റ്റിനുള്ള ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ റിസർവേഷൻ കേരള ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ റിസർവേഷനും ഉണ്ട്. ഈവൻ 10% EWS കാറ്റഗറിക്കുള്ള റിസർവേഷനും OBC SC/ST റിസർവേഷനും എല്ലാം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഒന്ന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, കോംപ്രഹെൻസീവ് ഓഫ് ജനറൽ എബിലിറ്റി ടെസ്റ്റും അതുപോലെ തന്നെ ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റുമാണ്. ഈ ജനറൽ എബിലിറ്റി ടെസ്റ്റിനകത്ത് വരുന്നത് ജനറൽ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി വരും, അതുപോലെ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി വരും, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ വരും, അതുപോലെ തന്നെ അനലിറ്റിക്കൽ എബിലിറ്റി, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സെക്ഷനകത്ത് വരുന്നത്. സെക്കൻഡ് സെക്ഷനകത്ത് നിങ്ങൾ ക്രിയേറ്റിവിറ്റി എബിലിറ്റിയാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ചെയ്യേണ്ടതാണ്. പാഷനേറ്റായിട്ട് പഠിക്കേണ്ട കോഴ്സാണല്ലോ ഫാഷൻ ടെക്നോളജി പോലുള്ള കോഴ്സുകൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എബിലിറ്റിയാണ് ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് സെക്കൻഡിനകത്ത്. ദെൻ സ്റ്റുഡൻറ്റ് വെൽഫെയറും പ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് പാർട്ട്നേഴ്സിൻ്റെ കാര്യങ്ങൾ, രാജ്യത്തിന് പുറത്തുള്ള ഫാഷൻ ഡിസൈനിങ്ങും അല്ലെങ്കിൽ ഫാഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മിക്ക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെയും എംപ്ലോയൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അവരൊക്കെ ആയിട്ട് ടൈപ്പ് ഉണ്ട് പ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ട്. ഫീസ് എന്ന് പറയുന്നത് ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ 48,000 രൂപയാണ് പെർ സെമസ്റ്റർ വരുന്നത്. 4 വർഷത്തെ കോഴ്സാണ്. ഒരു വർഷം 2 സെമസ്റ്റർ ഉണ്ടാവും. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി 5,000 രൂപ പറയുന്നുണ്ട്. അത് നമുക്ക് തിരിച്ച് കിട്ടുന്ന സംഭവമാണ്. അതുപോലെ രജിസ്ട്രേഷൻ ഫീസായി 2,000 രൂപയുണ്ട്. ഫീ റീഫണ്ട് പോളിസി പറയുന്നത് ഗവൺമെൻറ് അണ്ടറുള്ള സ്ഥാപനം ആയതുകൊണ്ട് എല്ലാത്തിൻ്റെയും പോളിസി അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫാഷൻ ഡിസൈനിങ് പഠിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാനുള്ള സമയമാണിപ്പോൾ. നേരത്തെ പറഞ്ഞ പോലെ മെയ് 31-ാം തീയതിയാണ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ്. സെക്കൻഡ് വീക്ക് ഓഫ് ജൂണിൽ എൻട്രൻസ് എക്സാമിനേഷനും ഫസ്റ്റ് വീക്ക് ഓഫ് ജൂലൈയിൽ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അതിന് ആപ്ലിക്കേഷൻ ഓൺലി ഓൺലൈൻ എന്നാണ് പറയുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. അതിനുള്ള ലിങ്കാണ് നേരത്തെ കാണിച്ചത്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, 1,500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. അതുവഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. +2 പാസ്സായ ആർക്കും ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചത്. ഇനി ഇതിൻ്റെ സ്ഥാപനം ഏകദേശം 18 കിലോമീറ്റർ അവേ ഫ്രം ദ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ കാണിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയാണ്, റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ്.
അപ്പം ഫാഷൻ ഡിസൈനിങ്ങിലാണ് നിങ്ങളുടെ ഫ്യൂച്ചർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് സ്കില്ലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന നല്ല സ്ഥാപനങ്ങളിൽ ഒരെണ്ണമാണ് ഈ പറയുന്ന IFTK എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയില്ല കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടവാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.